Okay guys, KDRP come to back. നമ്മൾ തിരിച്ചങ്ങനെ RP പ്ലേ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. ഫസ്റ്റ് തന്നെ വീഡിയോ കേട്ട് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഗെയിം സൗണ്ട് കേൾക്കാവോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഓക്കെ, അപ്പോൾ ഇപ്പോൾ വണ്ടി എടുത്തേക്കാം. വണ്ടി എടുത്തപ്പോൾ വണ്ടിക്കകത്ത് പാട്ടാണ്. ഓക്കെ, കോപ്പറേറ്റ് കിട്ടിയില്ലെങ്കിൽ കൊള്ളാം. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, മുമ്പേ ഓക്കെ ട്രാക്ക് 4. പിന്നെ ഗൈസ്, നമുക്ക് സിറ്റിയിൽ യാതൊരു ഗ്യാങ്ങുമായിട്ടൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡീലിങ് ആയിരിക്കാണ്. ഡ്രോപ്പ് നമ്പർ പറഞ്ഞിട്ട് നമ്പർ നോക്കിയിട്ട് നമ്പർ ഇട്ട് കൊടുക്കാം. അവര് സ്റ്റാറ്റസ് എൻ്റെ ഫോൺ നമ്പർ ഓക്കെ കണ്ടു. 9351 98. ഓക്കെ, ഇപ്പോ നമ്മൾ നമ്പർ കൊടുത്തിരിക്കുകയാണ്. ആള് വരുമോ നോക്കട്ടെ. ആള് വന്നാ സെറ്റാക്കാം, വിൽക്കാം, സാധനം വിൽക്കാം, സെറ്റാക്കാം. ഇപ്പൊ കോള് വരുമായിരിക്കും. വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഫ്ലാഷ് ഹലോ ബ്രോ, കേക്കാവോ? ഹലോ ബ്രോ, ഹലോ ഹലോ ബ്രോ, കേക്കാവോ? ഹലോ 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 ബ്രോ, ഹലോ ഹലോ കട്ട് ചെയ്യുന്നേ ഗൈസ്, കോൾ കട്ട് ചെയ്യുന്ന ഞാൻ അറിയോ? ആ കോള് കട്ടായെന്നാ തോന്നുന്നത്. അത് നമുക്ക് ഒന്നും കേൾക്കുന്നുമില്ല. കോള് കിട്ടില്ല. ബ്രോ കേക്കാവോ? ഹലോ
കേക്കാവോ? ഹലോ കേക്കാവോ? കോൾ കട്ടായില്ല ഗൈസ്. ഹലോ കേക്കാവോ? ബ്രോ എനിക്ക് ഇതുവരെ സിറ്റിയില് നമ്മള് ഇത് കാണുന്ന RP കളിക്കുന്ന GTA San Andreas കളിക്കുന്ന ആർക്കെങ്കിലും ഈ വോയിസ് ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ. ഹലോ ബ്രോ കേക്കാവോ? ഹലോ ഹലോ ബ്രോ കേക്കാവോ? കേക്കാമോ? ഹലോ ബ്രോ കേക്കാവോ? ഹലോ ബ്രോ കേക്കാവോ? ഹലോ നീ കോൾ നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് നീ ടെസ്റ്റ് വീഡിയോ നമ്മൾ ഇത് ഞാൻ ചുമ്മാ RP കയറി ടെസ്റ്റ് ചെയ്താണ് റെക്കോർഡൊക്കെ. ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഫോൺ ലാപ്പ് ഒക്കെ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുക. ഹലോ ബ്രോ ഹലോ കേക്കാമോ? ഓക്കെ ബ്രോ എന്തെങ്കിലും ഒന്ന് പറയാമോ എന്നോട്? എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാ ഒന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാവോ? മൈക്ക് ഓണാക്കി. ഹലോ ബ്രോ കേക്കാവോ? ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പറയാവോ? എന്നോട് എന്തെങ്കിലും സംസാരിക്കാവോ? ഓക്കെ അവന് പറ്റത്തില്ല. അവനെ കൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ടീം ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ സിറ്റിയില്. ഫ്രണ്ടായ ഓക്കെ അത്ര ഉള്ളൂ. ചെറിയൊരു വീഡിയോ. ഫുഡും കൂടെ കഴിക്കാൻ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ റെക്കോർഡൊക്കെ ഓണാക്കി നോക്കി ഗൈസ്. അത് നോക്കിയപ്പോൾ ഒക്കത്തില്ല. ഫോൺ റെക്കോർഡ് ഓണാക്കി നോക്കിയപ്പോൾ നമുക്ക് സംസാരിക്കുന്ന അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഹലോ ബ്രോ ഹലോ കേക്കാവോ? അല്ല ബ്രോ പറയുന്നത് എനിക്ക് എന്തെങ്കിലും കേൾക്കാവോ നോക്കിയത് ഞാൻ ടെസ്റ്റ് ചെയ്ത്. EMS ഉള്ള പെണ്ണ് തെറ്റാടി നമ്മളിങ്ങനെ നടക്കുക. യു ഹാവ് സ്റ്റോപ്പ്ഡ് ആൾ
ഇത് ഓഡിയോ playing for user. Okay. നമുക്ക് ചേസ് എന്തായാലും വീഡിയോ റെക്കോർഡ് ഓഫ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇല്ലീഗൽ ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേസ് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ഒരു വീഡിയോ ഉള്ളൂ. നമുക്ക് ചേസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്താം. രസകരമായ ഭാഗം ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ KDRP ഡീൽസ് എന്ന് ഞാൻ മാത്രമേ ഉള്ളൂ പീഡിയുടെ ഫ്രണ്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു മെയിൻ വില്ലൻ ഗൈസ്, മെയിൻ വില്ലൻ വില്ലൻ ഇവിടെ നിർത്താം. നമ്മൾ ആ മതിലോട് ചേർത്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ വണ്ടി അങ്ങ് അപ്പുറത്തെ അയ്യത്തൊക്കെ വരുന്നത് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. അല്ല, വണ്ടി ഒന്ന് നമുക്കൊന്ന് പാർക്ക് ചെയ്തിട്ടേ ജോബ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഒരു ജോബ് ചെയ്യാനൊന്ന് വേണമെങ്കിൽ കാണിക്കാം. മെയിൻ കാര്യം വെച്ചാൽ നമ്മൾ സിംഗിളായിട്ട് നമ്മൾ ഗ്യാങ്ങോ അല്ല ഒന്നുമല്ല. ഇതിനകത്ത് നമ്മളൊരു പെണ്ണെ സെറ്റാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഓസിയിൽ ഈ ലവറൊക്കെ ആയിട്ടുള്ള കയറി വരുന്നത്. നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ജീവിതത്തിലും പെണ്ണില്ല, ഈ ഗെയിമും പെണ്ണില്ല. മെയിൻ സംഭവം ഞാൻ RP കളിക്കാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ സെറ്റാക്കാന്ന് പറഞ്ഞാൽ RP തുടങ്ങി. RPയിലെങ്കിലും ഒരു പെണ്ണ് സെറ്റാവട്ടെന്ന് വെച്ചു. ഓക്കെ, അങ്ങനെ RP കളി തുടങ്ങി. മൂഞ്ചി ഇവിടെ വന്നപ്പോൾ എന്നുവെച്ചാൽ സർവർ എത്തുന്ന മുമ്പ് RP വഴി ഞാൻ വ്യക്തിയെ കണ്ടു. അവളായിട്ട് സംസാരിച്ചു, മിണ്ടി, പരിചയപ്പെട്ടപ്പോൾ ഞാൻ സമയത്ത് ഗ്യാങ് ലീഡറാണ്, കോ-ലീഡർ. ഞങ്ങൾ പരിചയപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ കാരണം BMSലെ അവളും BMS ഉള്ളത് തന്നെ ഒറ്റ അവൾക്ക് ഇഷ്ടമായി. അവൾക്ക് ഇവൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഇസ്ക് എന്ന് പറഞ്ഞൊരു കൊച്ചാണ്. അവളിപ്പോ ഏത് സിറ്റിലാന്ന് പോലും എനിക്കറിയില്ല. ആ ഇസ്ക് എന്ന് പറഞ്ഞ അവള് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് എനിക്കൊന്ന് അതല്ല ഓസിയില് മെയിലാണോ ഫീമെയിലാണോ ഒന്നും എനിക്കറിയത്തില്ല. ഫുള്ള് ടൈപ്പിംഗ് മെസ്സേജ് ആയിരുന്നു അവളോട് സംസാരിച്ചപ്പോഴൊക്കെ. അവള് ചേച്ചിയാണോ അനിയത്തിയുടെ പ്രായമാണോ ഒന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ഇപ്പോ നമ്മള് അന്നേരത്തെ ഓരോ മൊമെന്റ് ഒക്കെ വിഷയമായിരുന്നു. എന്നിട്ട് പിന്നെ എൻ്റെ കൂടെ മാലിക് എന്ന് പറഞ്ഞൊരു നമ്മുടെ വക്രിയായിരുന്നു മെയിൻ ഗ്യാങ് ലീഡർ. ഗ്യാങ് കൊണ്ടുവന്നതും സെറ്റാക്കിയതെല്ലാം വക്രിയായിരുന്നു. വക്രി എന്നിട്ട് ഇത് മാലിക് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ കൊടുത്തു. എന്നുവെച്ചാൽ നോക്കി നടത്താം. പുള്ളിക്ക് ഓസി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ പുള്ളി നോക്കി നടത്താൻ വേണ്ടി മാലിക്കിൻ്റെ കൊടുത്തു. ഞാൻ നേരത്തെ തൊട്ടേ കോ-ലീഡറാണ്. ഞാൻ ബാബു അങ്ങനെ പറഞ്ഞ കുറച്ച് പേരുണ്ട് കോ-ലീഡർ, 3 പേര് കോ-ലീഡറും ലീഡറും. സോറി, അന്നേരം ആ ഒരു ഇതില് നിന്നോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. അന്നേരം ഞാൻ ചുമ്മാ സിറ്റി നിൽക്കുമ്പോഴും ഒക്കെ
ഞാൻ ഈ സ്കിൻ്റെ അടുത്ത് കാണാനൊക്കെ ആയിട്ട് വണ്ടി കൊണ്ട് നിർത്തി ഒക്കെ എടുത്തു. പക്ഷെ അത് നിങ്ങളെ ഫ്രണ്ട് അന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷേ നമ്മൾ വലിയ മിണ്ടാട്ടത്തിൻ്റെ ഒന്നുമില്ല. അത് ശരിക്കൊരു RP ലൈനിൽ അത് കൊണ്ടുവന്നിട്ട് വെച്ചാൽ ലവ് സീനായിട്ട് കൊണ്ടുവന്നിട്ട് നമുക്കത് വീഡിയോ ചെയ്യാമെന്നായിരുന്നു മനസ്സിൽ. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സെറ്റാക്കാന്ന് വെച്ചിട്ടിരുന്നപ്പോഴാണ് മാലിക് കയറി ഇടപെട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ടപ്പോൾ അവൾ പറഞ്ഞു അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളോട് EMS തന്നെയുള്ള ഒരുത്തന് ഇഷ്ടമാണ് പറഞ്ഞു നേരത്തെ. അപ്പോൾ എന്താ വെച്ചാൽ ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്ന് മാലിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ട് ഈ ഡോക്ടറിനെ തപ്പി. എന്നെയും വിളിച്ച് ഇവന് ഞാനറിയാതെ ഈ ഡോക്ടറിനെ പിടിച്ച് നിർത്തി. സത്യം പറഞ്ഞാൽ സിറ്റി റൂൾ വെച്ച് നമ്മളെ ഡോക്ടറിനെ ഒന്നും ചെയ്യില്ലെന്നാ. പക്ഷെ ആ റൂൾസ് പോലും നോക്കാതെ മാലിക്ക് നമ്മുടെ ഈ ഡോക്ടറിനെ പിടിച്ചു നിർത്തിയിട്ട് നിനക്കെന്തുവാ അവളെ ഇഷ്ടമാണോ, അവള് പറഞ്ഞല്ലോ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്നേരം അവൻ പറഞ്ഞ് എനിക്കൊന്നും ഇഷ്ടമല്ല, അവൾ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഞങ്ങള് പെട്ടെന്ന് അന്നേരം പോട്ടെ കുഴപ്പമില്ല ആഴ്ചയൊക്കെ ഇരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ ഇതില്ലായിരുന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ പറയാ, ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇസ്കും ആ ഡോക്ടർ പയ്യനും കൂടെ ഇരിക്കുക. കാരണം ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും മാലിക്കും കൂടെ ദൂതായി. അവൾക്ക് ആ ഡോക്ടറിനെ പയ്യനെ ഇഷ്ടമായിരുന്നു, ഡോക്ടർ പയ്യൻ ഇവളെ ഇഷ്ടമായിരുന്നു. ഓ ഗൈസ്, ഓക്കെ. അപ്പോൾ അവൾക്ക് ആ ഡോക്ടർ പയ്യനെ ഇഷ്ടമായിരുന്നു, ഡോക്ടർ പയ്യനും അവളെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ആരെ പിരിക്കാനുള്ള പരിപാടി ആലോചിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കോമഡി നടന്നു. അതൊന്നും വീഡിയോസ് ഒന്നും ചെയ്യാൻ തോന്നിയില്ല എനിക്ക്. അതെന്ന് വെച്ചാൽ കണ്ടന്റ് ചെയ്യാൻ തോന്നിയില്ല. എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വെച്ച് പക്ഷെ ആ വീഡിയോസ് ഒന്നും ഇല്ലാഞ്ഞോണ്ട് തന്നെ അന്ന് ഈ കണ്ടന്റ് ഒന്നും കിട്ടില്ല. ഇപ്പോൾ നമ്മളെ സിറ്റിയിൽ എല്ലാം നോക്കണം ജോബ്. ഞാൻ ഒന്നീ ഇല്ലീഗലായിട്ട് ഫ്രണ്ടിലോട്ട് പോകും. കഴിഞ്ഞ ദിവസത്തേക്ക് കണ്ടു, അവളുടെ പേരെന്തോ എനിക്ക് കിട്ടിയില്ല. ഉണ്ട്, ഇല്ലീഗലുണ്ട്. മക്കൾ ഈ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കിട്ട് പണി കിട്ടും. അത് മറ്റേ ഇല്ലീഗലായിരിക്കും, ഗണ്ണിൻ്റെ വാങ്ങിക്കുന്നിടത്തായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അന്നേരം ഞാനും മാലിക്കും തമ്മി ഗ്യാങ് ലീഡർ കോ ലീഡർ ഇതല്ലായിരുന്നു, ചേട്ടൻ അനിയന്മാർ പോലെ ആയിരുന്നു. അവനാണ് ചേട്ടനും ഞാൻ അനിയനും പോലെ. പക്ഷേ ഓസി നോക്കുകയാണെങ്കിൽ അവൻ എൻ്റെ അനിയൻ്റെ പ്രായമാണ് വരുന്നത് മാലിക്ക്. അപ്പോൾ അങ്ങനെ കുറേ അടി കൊടുക്കുകയും ചെയ്ത് അടി വാങ്ങിച്ച് കിട്ടുകയും ചെയ്ത് ഭയങ്കര നല്ല ഇതായിട്ട് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ സിറ്റി കത്തിയിട്ട് സിറ്റി ഡിസ്കോഡിൽ വന്നു. ഗായ്സ് കുറച്ച് ദിവസത്തെ നമ്മൾ 3-4 മാസത്തേന് സിറ്റി ഇല്ല എന്ന് വന്നു. ഹലോ ബ്രോ, ഹലോ ബ്രോ, പടാൻ ഇറങ്ങിയ സിറ്റിന്ന് വണ്ടിക്കറിയാ ഒരു കൂട്ടായ പോയി.
അപ്പൊ നമ്മള് ഇങ്ങനെ ഇരുന്ന് വലിപ്പായി പോയി. പിന്നെ നമ്മൾ പോയ സർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ AKRP പോയി, TKRP പോയി. അവിടെ നമ്മളെ ഗ്യാങ് ഇങ്ങനെ തന്നെ അവിടെ കൊട്ടിച്ചെന്ന് നമുക്ക് കളിക്കാൻ തോന്നിയില്ല. നമ്മൾ ആരും ആക്റ്റീവ് ആയില്ല, ഒന്നും ആയില്ല. ഒരു രസമില്ലായിരുന്നു അവിടെ കളിക്കാനൊന്നും. പിന്നെ നമ്മൾ ഒരുപാട് RP കളിക്കാനൊന്നും പോയില്ല. പിന്നെ KDRP തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ തിരിച്ചു വന്നത്. നമ്മളെ ടീംസ് ചോദിച്ചു, വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചു എന്താ അത് തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾക്കൊരു ഇതില്ല, എന്താ പറയാ, തുടങ്ങാൻ ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ടീംസ് ആരും ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ KDRP നിർത്തിപ്പോയി, ഗ്യാങ്ങും പിരിച്ചു വിട്ടോടെ എന്താ പറയാ, ആൾക്കാരുടെ ഇത് കുറഞ്ഞു. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും കുറേ എണ്ണം ഇറങ്ങിപ്പോയി. അപ്പോ ഞാൻ തിരിച്ചു വന്നു, KDRP തിരിച്ചു വന്നു. ഇത് നമ്മളൊരു എന്താ പറയാ മറ്റേ നമ്മൾ ജനിച്ച ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് തിരിച്ചു വരത്തില്ലേ, ആ രീതിയിലുള്ള ഒരു ഇതാണ് നിൽക്കുന്നത്. എൻ്റെ പേര് എന്ന് വെച്ചാൽ RP നെയിം നഞ്ചപ്പൻ സാബു. ഞാൻ കയറിയപ്പോ തൊട്ട് എന്നുവെച്ചാൽ RP ഗെയിം പ്ലേ തുടങ്ങിയപ്പോ തൊട്ട് എൻ്റെ പേര് നഞ്ചപ്പൻ സാബു. ഞാൻ ചേഞ്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഓക്കെ, അപ്പോ എനിക്ക് ടീംസ് അറിയില്ല, നമുക്ക് വീണ്ടും പറയാനും ചില്ല് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ RP കളിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കോഡ് ലിങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ അല്ല, KDRP ഡിസ്കോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടോ, ഇത് ഞാനിപ്പോ പൊട്ടനെ പോലെ നടക്കുക. ഓക്കെ, ഇപ്പൊ ക്രാക്ക് മെത്തേഡ് ഡീൽ ചെയ്യാൻ വന്നു, പക്ഷെ അത് ഞാൻ കൊടുക്കണോ വേണ്ടോ എന്ന് ആലോചിക്കണം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഇടാൻ പോയാണ് ക്രാക്ക്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ ഡീല് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഡീലിങ് ചെയ്യാൻ വേണ്ടി പോവാ. നോക്കാം. നിങ്ങൾക്ക് RP കളിക്കണമെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാ ഇത് കളിക്കണമെന്നുണ്ടെങ്കിൽ സാമ്പ് ഡൗൺലോഡ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ കളിക്കുന്ന സാമ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഡിസ്കോഡ് എന്നുവെച്ചാൽ KDRP ഡിസ്കോഡിനകത്തും ലിങ്ക് ഉണ്ട്. എന്നുവെച്ചാൽ സാമ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ ഒരുമിച്ച് ചില്ല് ചെയ്യണം, കളിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് വന്നൊരു മെസ്സേജ് ഇട്ടിട്ട് ഇൻഗെയിം വൈറ്റ് ലിസ്റ്റഡ് നെയിമും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ചെറിയൊരു പരമശിവ. ഓക്കെ, നമ്മൾ ചെറിയൊരു പരമശിവാണ് ഇവിടുത്തെ. TC സ്പേസ് ക്രാക്ക് ഫോർ സെയിൽ അല്ലടാ, സെയിൽ ഉണ്ട്. ID ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഞാൻ മുമ്പ് കേട്ടെ ഡ്രോപ്പ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡീലിങ് വന്നിരിക്കുകയാണ്. അത് നമുക്ക് ഈ മെക്കാനിക്കൽ ഇട്ടാണ്. ഇവിടെ ഒരു മെക്കാനിക് ഷോപ്പ് ഉണ്ട്, അവിടെ വെച്ച് നമുക്ക് ഡീലിങ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി നമുക്കിവിടെ മാസമായിട്ട് നിൽക്കാം. സെല്ല് ലൊക്കേഷൻ സെൻഡ് ടു മെന്റൽ മോമോ. Sorry guys, it. Okay. ശരിയല്ലേ? ആള് വരുമല്ലോ, നോക്കാം, വെയിറ്റ് ചെയ്യാം. നോക്കാം. ഇപ്പൊ നമ്മള് 5ാം ലെവലിന് ഡീല് ഉറപ്പിക്കുന്നില്ല. ആളെ വിളിച്ചു വരുത്തി നോക്കാം, എവിടെ വരെ റേറ്റ് കൊണ്ടുപോകും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ ഗ്യാങ് ആണോ എന്ന് നോക്കിയിട്ട്, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്, ഈ ഗ്യാങ്ങിന് മാത്രമേ നമ്മൾ ഡീലിംഗ് ചെയ്യാവോ എന്ന് വെച്ചാൽ ഈ ഗ്യാങ്ങിന് ഏറ്റവും ഈ സാധനം വരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ലൊക്കേഷൻ കൊടുത്ത് വെച്ചിട്ട് ഇവന്റെ പേര് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഡൗട്ട് ആവുന്നു. എന്തോ മെന്റൽ മോമോ എന്ന് പറയുന്നവന് ഗ്യാങ് അല്ല. അപ്പോ നമ്മളെ ഇവൻ സാധനം വാങ്ങിച്ചിട്ട് മറിച്ച് വെക്കാനുള്ള വഴിയുണ്ട്, സാധ്യതയുണ്ട്. അപ്പോ അത് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് നഷ്ടം വരല്ലേ, ആ രീതിയാണ് നമ്മൾ ഡീൽ ചെയ്യുക. ഇനി തൊട്ട് GTA RP വീഡിയോസ് വരുന്നതായിരിക്കും. എന്താ വെച്ചാൽ ഞാൻ ചുമ്മാ ഇടയ്ക്ക് കളിക്കാൻ കയറുന്നതുകൊണ്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ബസ്സിന്റെ വീഡിയോസ് വരുന്ന പോലെ തന്നെ ഇത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആള് വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം. വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പറേറ്റ് പാട്ട് കിട്ടും, പണി കിട്ടും. അതുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് കയറുന്നില്ല. മോമോ ഗൈസ് പണി കിട്ടി. ഒരു മിനിറ്റ് ഗൈസ്. മോമോ മാലിക്കിനെ കിട്ടിയോ? കിട്ടി, അതിൻ്റെ കൂടെ ഇരിക്കുന്നത്. അങ്ങനെ മോമോ മാലിക്കിനെ കിട്ടിയോ? കിട്ടിയില്ല. ഇനി ഓടിയോ, ഞാൻ തരാം. അല്ല, മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ കയ്യിൽ തന്നെ വെക്കും സാധനം. അതൊന്നുമില്ല. ഞാന് പൈസ കണക്ക് നോക്കണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾ എത്ര പേര് കണക്കിന് മിടുക്കന്മാരാണ് ഞാൻ നോക്കട്ടെ. ഞാൻ കഴിഞ്ഞ തവണ 70 എണ്ണം വിറ്റത് 10 ലാഖിനാണ്. അപ്പൊ ഇപ്പൊ 107 പ്ലസ് 110 ക്രാക്ക് എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോ ഞാന് അതിന് എത്ര വാങ്ങിക്കണം എന്നൊന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങൾക്ക് എത്ര പേർക്ക് കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും അറിയാം, നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഓക്കെ, ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ എടുത്ത് പോകട്ടെ. പക്ഷേ ഫോണ് സാധനമുണ്ട്, പക്ഷെ നമ്മൾ വീഡിയോ റെക്കോർഡിങ് ആയതുകൊണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് ഞാൻ ഇവിടെ ചെയ്ത് നോക്കട്ടെ. ഒരു 10 ലക്ഷം രൂപ ഞാൻ 70 എണ്ണത്തിന് വാങ്ങിച്ചത്. അപ്പോൾ 3 × 70
അല്ല അതെങ്ങനെ guys നമ്മൾ നോക്കുന്നേ? only CR or 16 CR. cut ചെയ്തിട്ട്